നമസ്കാരം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് ഏറ്റവും പുതിയൊരു അറിയിപ്പ് എത്തി. നമുക്ക് ലഭിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ കുടിശ്ശിക 3 ഗഡുക്കളാണ് ലഭിക്കാനുള്ളത്. 1600 രൂപ വീതം. 3 ഗഡുക്കൾ എന്ന് പറയുമ്പോൾ 4800 രൂപ വീതം വരും. ഇതിന്റെ വിതരണത്തെക്കുറിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഈ സമയത്ത് വരുന്നുണ്ട്. അത് ഏത് വിധേനയാണെന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ലഭിക്കാനുള്ള ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശിക, സാമൂഹിക ബോർഡ് പെൻഷൻ കുടിശ്ശിക, ഇതെല്ലാം ലഭിക്കുന്നത് ഈ രീതിയിൽ തന്നെയായിരിക്കും. ഇത് ലഭിക്കുന്ന 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. സംസ്ഥാനത്ത് ഈ ഒരു പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നത് ഈ ഒരു വർഷത്തിൽ 2025-2026 സാമ്പത്തിക വർഷത്തിലാണെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഏപ്രിൽ മാസം മുതൽ സാമ്പത്തിക വർഷം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 3 ഗഡുക്കളും ഒരുമിച്ച് നമുക്ക് ലഭിക്കുന്ന രീതിയിലല്ല ക്രമീകരണം ചെയ്തിട്ടുള്ളത്. ഓരോ മാസങ്ങളിൽ അത് സർക്കാർ തീരുമാനിക്കുന്ന മാസങ്ങളിലായിട്ടായിരിക്കും ലഭിക്കുക. അത് ചിലപ്പോൾ വിശേഷ ദിവസങ്ങളിലോടനുബന്ധിച്ചായിരിക്കാം, അല്ലെങ്കിൽ സർക്കാരിന് കൂടുതൽ വായ്പാ തുക ലഭിക്കുന്ന മുറയ്ക്കാകാം. അപ്പോൾ ആ രീതിയിലെല്ലാം നമുക്ക് വിതരണം ചെയ്യാം. അതുകൊണ്ട് ഏപ്രിൽ മാസം തന്നെ ഈ ഒരു കുടിശ്ശിക പൂർണ്ണമായിട്ടും നൽകി തീർക്കും എന്നുള്ള രീതിയിൽ ഒരു ഉറപ്പ് സർക്കാർ നൽകിയിട്ടില്ല. അത് മാത്രമല്ല, ഏപ്രിൽ മാസത്തിൽ നമുക്ക് ഈസ്റ്റർ ഉണ്ട്, വിഷു ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ, മുമ്പുള്ള വർഷങ്ങളിൽ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ സർക്കാർ ആനുകൂല്യ വിതരണം നേരത്തെയാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ ധനസഹായങ്ങൾ കുടിശ്ശികയുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള ധനസഹായങ്ങൾ ചേർത്ത് ഒന്നിച്ച് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. അതേ രീതി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കുടിശ്ശികയുള്ള ഒരു ഗഡുവും ഏപ്രിൽ മാസത്തിൽ ലഭിക്കേണ്ട തുകയും അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 മാസത്തിലെ തുകയോളമൊക്കെ എത്തിച്ചേരും. അതായത് 3200 രൂപയോളം വരും. അപ്പോൾ അങ്ങനെ ഒരു വിതരണത്തിന് വേണ്ടിയാണ് സർക്കാർ നിലവിൽ ആലോചിക്കുന്നത്. അതിനുള്ള സാമ്പത്തിക സഹായം കേന്ദ്ര അനുമതിയൊക്കെ വളരെ വൈകാതെ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ വായ്പാ അനുമതിയൊക്കെ ക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ പുതിയ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും വെക്കുകയാണ് എങ്കിൽ വിതരണത്തിനുള്ള സമയം ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം. ശേഷ ദിവസങ്ങളോടൊക്കെ അനുബന്ധിച്ച് ഈ സഹായം ലഭിക്കുമ്പോൾ അത് ഇരട്ടി സന്തോഷം നൽകുന്ന ഒരു കാര്യവും കൂടിയാണ്. കുടിശ്ശികയും കൂടി കൂട്ടിച്ചേർത്ത് ലഭിക്കുമ്പോൾ ആ സന്തോഷം കൂടുതലാകും. ഇനി അത് മാത്രമല്ല, വിശേഷ ദിവസങ്ങളുടെ മുമ്പ് തന്നെ തുക ലഭിക്കുമ്പോൾ അത് എല്ലാവർക്കും തന്നെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യവും കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ സർക്കാർ ആലോചിക്കുകയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കാത്തിരിക്കുകയാണ്. ഇനി ഈ പെൻഷൻ തുകയിൽ ബാക്കി ശേഷിക്കുന്ന കുടിശ്ശിക ഇപ്പോൾ 1 ഗഡു വിതരണം ചെയ്താലും പിന്നീട് 2 ഗഡുക്കൾ ഉണ്ടാകും. അത് സർക്കാർ തീരുമാനിക്കുന്ന സമയങ്ങളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എപ്പോഴുണ്ടാകുന്നു ആ സമയത്ത് ആ തുക കൂടി ലഭിക്കുന്നതായിരിക്കും. ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഈ സമയത്ത് വരുന്നത്. അതായത് ഒക്ടോബർ നവംബർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് ഈ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ നൽകി തീർക്കും. കാരണം നമ്മുടെ സംസ്ഥാനത്ത് വോട്ടവകാശമുള്ള പൗരന്മാരിൽ 25% മുകളിൽ വരുന്ന ആളുകൾ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങിക്കഴിഞ്ഞാൽ അത് സംസ്ഥാനത്ത് വരാൻ പോകുന്ന ഇലക്ഷനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സർക്കാരിനുണ്ട്. അത് മാത്രമല്ല, മുമ്പുള്ള ചില ഇലക്ഷനുകളും അതിനുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട്. കൃത്യമായിട്ടുള്ള ആനുകൂല്യം അത് കുടിശ്ശിക ഉൾപ്പെടെ വീട്ടുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ കൂടുതൽ ധനസഹായം ഉണ്ടാവുകയും ചെയ്യും.